കണ്ണൂരിലെ പ്രസിദ്ധമായിട്ടുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ വന്നിട്ട് ഭക്തനെ ശുശ്രൂഷിക്കുന്ന ഒരു കഥ കേൾക്കാം നമുക്ക്. ക്ഷേത്രവളപ്പിൽ ഒരു ഇലഞ്ഞിമരമുണ്ട്. ഇപ്പോഴും ആ ഇലഞ്ഞിമരം കായ്ക്കാറില്ല. അതിൻ്റെയും കൂടി ഐതിഹ്യമാണത്. പണ്ട് ചെറുമുക്ക് ഇല്ലത്തെ ഒരു അത്യാശ്രമി ഈ ക്ഷേത്രവളപ്പിൽ ഈ ഇലഞ്ഞിമരച്ചോട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അവധൂതനായിരുന്നു. പരബ്രഹ്മത്തിൽ ലയിച്ച മനസ്സുമായിട്ടാണ് അദ്ദേഹം അവിടെ കിടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നോ ഭഗവാനിൽ ലയിച്ചു പോയിരുന്നു. ഒരു ദിവസം വില്ലുമംഗലം ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ ഭഗവാനെ അവിടെ എങ്ങും കാണാനില്ല. അപ്പോൾ വേഗം അദ്ദേഹം എവിടെ പോയി ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരുമ്പോണ്ട് ഇലഞ്ഞിമരച്ചോട്ടിൽ ഭഗവാൻ ഇരിക്കണു. അപ്പോൾ ഈ അവധൂതനെ, ഈ അത്യാശ്രമിയെ, അദ്ദേഹമാണെങ്കിൽ കുഷ്ഠരോഗം വന്ന് ദേഹത്ത് മുഴുവൻ വ്രണങ്ങളായിട്ട് അതിൽ പുഴു അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭഗവാനാണ് വന്നിട്ട് ആ പുഴുക്കളൊക്കെ ശരീരത്തിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കളയുകയാണ്. പോരാത്തതിന് ഇലഞ്ഞിമരത്തോട് ഭഗവാൻ കൽപ്പിച്ചിരിക്കുകയാണ് കായ്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നും കായ്കൾ വീണ ഈ ശരീരത്തെ കൂടുതൽ വേദനിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ ഇലഞ്ഞിമരത്തോട് അങ്ങനെ പറഞ്ഞിരിക്കണം. എന്താണെങ്കിലും ആ വൃക്ഷം ഫലരഹിതമാണെങ്കിലും അത് നിത്യഹരിതമായിട്ട് തുടരുന്നു. അപ്പോൾ വില്ലുമംഗലം ഇങ്ങനെ ഭഗവാനെ അവിടെ കണ്ടു. ഇങ്ങനെ പുഴുവൊക്കെ എടുത്ത് കളയുന്നത് കണ്ടിട്ട് വില്ലുമംഗലം ചോദിക്കുകയാണ്, ഭഗവാനെ എന്തായി കാണിക്കണത്? അപ്പോഴേക്കും വില്ലുമംഗലത്തിന് ആ ഭേദബുദ്ധി തോന്നി. കാരണം അത്രയ്ക്കും ദുർഗന്ധം വമിക്കുന്ന ദേഹമാണ് ആ അവധൂതൻ്റേത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും അയാൾക്ക് മോക്ഷം കൊടുത്തുകൂടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, പറ്റില്ല. കാരണം മുൻജന്മത്തിലെ കർമ്മഫലങ്ങൾ കുറച്ചും കൂടി അനുഭവിച്ച് തീരാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന്. നമ്മുടെ കർമ്മഫലം തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഈ ജനന മരണ ചക്രങ്ങളിൽ കൂടി കഷ്ടപ്പെടേണ്ടി വരും. ഭഗവാൻ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ അവധൂതനെ പിന്നെയും, ആ പുഴുക്കളാണെങ്കിൽ പുഴുക്കളെ എടുത്ത് കളഞ്ഞ് തൻ്റെ ഭക്തനെ സംരക്ഷിക്കുകയാണ് അവിടെ ഭഗവാൻ. തൻ്റെ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം.